അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് ഏകദേശം ഒരു ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി കൊടുത്തു. പക്ഷേ വണ്ടിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട പോലെ തന്നെ വീഡിയോ നമ്മൾ അന്ന് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഒരു വണ്ടി പുള്ളിക്കാരൻ നാട്ടിലില്ല, സൗദിയിലാണ്. അപ്പോൾ മൂപ്പര് ഇന്നലെ വിളിച്ചിട്ട് വണ്ടിനെ സീറ്റ് ചെയ്യണം. അപ്പോൾ വണ്ടി വീട്ടിലുണ്ട്, എടുത്ത് പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി പരപ്പനങ്ങാടിക്ക് പോകാൻ അപ്പോൾ അപ്പോൾ അതാണ് വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഇറക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. നമ്മൾ കൊണ്ടുവരുന്ന വഴി തന്നെ കേട്ടോ. അപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് നല്ലൊരു സ്പേസ് കിട്ടിയപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് റോഡൊക്കെ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് പണി നമുക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ വണ്ടി ഓടിക്കാൻ. കാരണം കോഴിക്കോട് പോകാനും വരാനും നമ്മളെ സിവിക്കൊക്കെ നമുക്ക് പറക്കാൻ പറ്റിയ റോഡാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നമ്മളൊരു വണ്ടി അന്ന് നമ്മൾ കംപ്ലീറ്റ് ഔട്ട് സൈഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടിക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ ഒന്നുമില്ല, ജസ്റ്റ് സ്ക്രാച്ചസ് ആയിരുന്നു. അവിടെ വേണ്ടി ചെറിയ സ്ക്രാച്ച്. അന്ന് തട്ടുമുട്ടൊന്നുമില്ല, ചെറിയ സ്ക്രാച്ചുകൾ. കാരണം പുറത്ത് വരുന്ന വണ്ടിക്ക് എന്തായാലും സ്ക്രാച്ച്. പക്ഷേ നമ്മളെ ഓണർക്ക് നിർബന്ധമാണ് വണ്ടി ഒരു ന്യൂ വണ്ടി, ഒരു നല്ലൊരു പുതിയ വണ്ടിൻ്റെ ഒരു ഫിനിഷിൽ എപ്പോഴും വണ്ടി വേണം എന്നുള്ളത് പുള്ളിയൊരു ആഗ്രഹമായിരുന്നു. റോഡ് കണ്ടോ എന്തായാലും നമുക്ക് വണ്ടി എന്തായാലും റോഡ് ഒരു ഉപകാരമായിട്ട് നമുക്ക് തോന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് ടൈമിങ്, രണ്ട് നമ്മളെ വണ്ടിൻ്റെ പരിക്കുകൾ. കാരണം നമുക്ക് നിർത്തില്ല, തേയ്മാനം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് സ്മൂത്തായിട്ടാണ് റോഡൊക്കെ. കണ്ടോ ഇതൊന്നും ഫുൾ വർക്ക് കഴിഞ്ഞില്ല കേട്ടോ. ഇനിയും തിരുമ്പി എന്തെങ്കിലും കോട്ടിങ്ങൊക്കെ ചെയ്യാനുണ്ടോ? കണ്ടോ എന്താ ഒറ്റ സ്ട്രൈറ്റ് കണ്ടോ, കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭംഗി. അത് കണ്ടോ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇതിപ്പോൾ നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളെ കുളപ്പുറം, അതേപോലെ നമ്മളെ കോട്ടക്കൽ നിന്ന് വന്നിട്ട് കുളപ്പുറം ടു കോഴിക്കോട് ആ റോഡാട്ടോ. തൃശ്ശൂർ റോഡ് തന്നെയാണ്, തൃശ്ശൂർ കോഴിക്കോട് എന്ന് പറയും. പക്ഷേ ഞാൻ കുളപ്പുറം ഭാഗത്താണ് ഇതുള്ളത്, ഇരിക്കപടി കുളപ്പുറം ഭാഗത്താണ് ഇതുള്ളത് കേട്ടോ. ഫസ്റ്റ് ഇത് അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ. അത് ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ഈ ഒരു ക്രോം നമ്മൾ ചെയ്താൽ കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് സെൻസർ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറൊരു വണ്ടിക്ക് നമ്മൾ കാണാത്തൊരു സംഭവം നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്, അണ്ടർ ബോഡി കോട്ടിങ്. ഈ അണ്ടർ ബോഡി നല്ല ഫിനിഷ് ഉണ്ട്, പുള്ളിക്കാരന് വണ്ടി നല്ല വാഷ് ചെയ്തിട്ടാട്ടോ. ഈ ഒരു അണ്ടർ ബോഡി കോട്ടിങ് നമ്മൾ അന്ന് ചെയ്താട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ അജ്വത് അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ പോർഷൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഡിക്കി നോക്കുന്നുണ്ടേ. സീറ്റും കാര്യങ്ങളും ഈ വർക്ക് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഷോർട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് കേട്ടോ. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ടൈൽ ലാമ്പും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ എന്തായാലും നമ്മുടെ ഓണർ വെക്കുന്നതാണ്, ഏതെങ്കിലും ഒരെണ്ണം. പിന്നീട് ഇൻറ്റീരിയറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് കണ്ടോ, നമ്മളെ ഗിയർ ഒക്കെ വൈറ്റ് ടൈപ്പിലാണ്. പിന്നെ വണ്ടി കുറച്ച് ഉപയോഗിക്കാതിരുന്നുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിറക്ക് അങ്ങനെ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗിയർ ബൂട്ട് മാറ്റും, ഗിയർ നോബ് മാറ്റും, സ്റ്റിയറിംഗ് കവർ നമ്മൾ ചെയ്യും, ഇത് മാറ്റും കേട്ടോ, ഈ കവർ മാറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ഡോർ പാഡ് ഇതും നമ്മൾ മാറ്റും. പിന്നീട് സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്യുന്നില്ല, ജസ്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഈ ഹെഡ് റെസ്റ്റ് നമ്മൾ ഡബിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സീറ്റ് സാധാരണയാണ്, ഇത് ബാക്ക് സീറ്റാണ്. വണ്ടി 7 സീറ്ററാണ്, 8 സീറ്ററല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞിട്ടോ. സ്റ്റിയറിംഗ് ഉണ്ടോ, നമ്മൾ ആ റൗണ്ടിൽ തന്നെയാണ് നമ്മൾ കോഫി ബ്രൗൺ ചെയ്ത് കിട്ടും. പിന്നെ ഗിയർ നോബ് ആ ഗിയർ ബൂട്ട് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ആംറസ്റ്റ് ഉണ്ടോ, ഒക്കെ ഒരു കോഫി ബ്രൗണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നീട് സ്റ്റിച്ചിങ് ഒക്കെ ഒരു പക്ക ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് നമ്മൾ ഡബിൾ ചെയ്യുന്നു പറഞ്ഞിട്ട് കണ്ടോ, ഇതിൽ നമ്മൾ ഡബിൾ ചെയ്തിട്ടുണ്ട്, ഡബിൾ സ്റ്റെപ്പാണ്. ബാക്കി നമ്മൾ നോർമൽ സ്റ്റിച്ചിൽ സ്കിൻ ഫിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു നല്ല ഡിസൈനായിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊരു ഫുൾ വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ്. അപ്പോൾ വണ്ടി നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി കഴുകണം, കഴുകിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എയർപോർട്ടിൽ കൊണ്ടുപോകും. ജസ്റ്റ് ഒന്ന് വാഷ് നമ്മൾ. അധികം ചളിയൊന്നും ഇല്ലാണ്ടോ, ചെറുതായിട്ട് പൊടി നമ്മൾ നിർത്തിയിട്ട് പൊടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പം വീട്ടിൽ നിന്നാണ് കേട്ടോ, പുറത്തുനിന്ന്. കാരണം നല്ല വൃത്തിയിലാണ്. കാരണം വീട്ടിൽ നിർത്തിയിട്ട് വണ്ടിയുണ്ട്, ഉള്ളൊന്നും വൃത്തികേടില്ല. പിന്നെ സീറ്റ് അടക്കം പുതിയ ഇട്ടല്ലോ. അപ്പോൾ പുറം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഷാമ്പു ഇട്ട് കൈ കൊണ്ട് നിൽക്കുകയാണ്. അച്ഛതുണ്ടായിട്ടോ, അവൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അജ്വത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. രണ്ടാളും കൂടിയാണ് കേൾക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല. കഴിയാറായി, കാരണം വണ്ടി അധികം ചളി കേട്ടോ, അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് കേട്ടോ.
അപ്പോൾ ഈ ബാക്കിലെ ബമ്പർ നമ്മൾ ടച്ച് ചെയ്തിരുന്നു കേട്ടോ. ഈ ബമ്പർ ഈ ജോയിൻറ്റ് ചെറുതായിട്ട് ഈ ബാക്ക് തട്ടിയിട്ട് ഈ സ്ക്രീൻ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബമ്പർ നമ്മളിപ്പോൾ ഒന്ന് ഫുൾ പെയിൻറ്റ് അടിച്ചു കേട്ടോ. വേറെ ഒന്നും ചെയ്തില്ല, വേറെ നമ്മൾ സീറ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പരിക്ക് പറ്റിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് എല്ലാവരോടും, ഇങ്ങനത്തെ സാധനങ്ങളില്ലേ ഇതൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. അത് വണ്ടി ഉണ്ടെങ്കിൽ ഇതിനെ ശ്രദ്ധിച്ച് വാശി. അതുപോലെ ഇങ്ങനത്തെ ഈ ക്രോം വരുന്ന ഇങ്ങനത്തെ സാധനം ഇപ്പോൾ ഇതിമ തട്ടിയതാട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ തുടക്കായിരുന്നു, ആ സമയത്ത് അതാ കൈ ഇതിമ തട്ടിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇനി ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിച്ച് കഴുകുക കേട്ടോ. കാരണം ഈ സാധനമൊക്കെ വൺ ഡേഞ്ചറാണ്. കാരണം കുട്ടികളൊക്കെ നമ്മളെ വിൻഡോയിൽ എപ്പോഴും തലട്ടിരിക്കല്ലേ കൈയിടും. അപ്പോൾ ആ സമയത്തൊക്കെ മുമ്പ് എൻ്റെ കൈ ഇതേപോലെ ഒരു ക്രോം വെച്ച് ഞാൻ അമർത്തി, ആ സമയത്ത് ചോര പോകുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് അറേഞ്ച് ആക്കട്ടെ. കാഴ്ചയിലൊന്നുമില്ല, പക്ഷേ സ്റ്റിച്ച് ചെയ്യണം. കുറച്ച് ഉള്ളിലേക്കുണ്ട്, ബ്ലഡ് നിൽക്കുന്നില്ല. അവരെന്തോ ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം ആദ്യമായിട്ട്. അപ്പോൾ ഡോക്ടർ സ്റ്റിച്ച് ചെയ്തിരുന്നല്ല, പെട്ടെന്ന് എമർജൻസി കേസ് വന്നു, പകുതി നിർത്തി പോയതാണ്. നല്ല വേദന ഉണ്ട്, ബ്ലഡ് നിൽക്കുന്നില്ല. പക്ഷേ നൂലുണ്ട്, ഇവിടെ ഒരു മുടി പോലെ ഉണ്ട്. ആദ്യമായിട്ടാട്ടോ, അതുകൊണ്ട് നമുക്കത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാ സ്റ്റിച്ച് ഇട്ടു, 2 സ്റ്റിച്ച് ഇട്ടു. കാരണം കുറച്ച് സ്കിന്ന് കുറച്ച് ചെത്തി പോയിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇതിമ തട്ടി. കാരണം ഞാൻ ഇങ്ങനെ തുടച്ച സമയത്ത് കൈ ഇതങ്ങനെ കൊണ്ടുപോയി, പിന്നെ തുടച്ചില്ല കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോയി, ആ കൊണ്ടുപോയാൽ ഇതിൽ കുറച്ച് ഫാസ്റ്റ് ആയില്ല, നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ പോയിട്ട് ചെത്തിയതാണ്, സ്കിന്ന് കുറച്ച് ചെത്തിപ്പോയി. 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്താക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. എന്നാലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ വണ്ടി വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കലുണ്ടാവും. പക്ഷേ ഞാനും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ പറ്റിയത് എനിക്കായിപ്പോയി. അതുപോലെ ഈ സാധനം കേട്ടോ, ഇതെപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഷാർപ്പാണ്. ഈ വക്കൊക്കെ ഉണ്ടോ, മാക്സിമം ഇതൊന്നും ചെയ്യരുത്, ഒഴിവാക്കുക കേട്ടോ. ഇത് ഞാൻ വെച്ചെടുത്ത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഓണറോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ കയറും ഇതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഈ വണ്ടി ഓൾറെഡി ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വീഡിയോ എടുക്കാണ്ട്. കാരണം ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് എടുത്ത് വെച്ച് പകുതിയാക്കി വെച്ചാൽ സീറ്റ് ചെയ്തതിന് ശേഷം എടുക്കണം. അടുത്തത് പിന്നെ നമ്മൾ എയർപോർട്ടിൽ ഈ വണ്ടി ഒന്ന് കൊണ്ടുപോയി കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് എയർപോർട്ടിൽ കൊണ്ടുപോയി. വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് ഇതാ ഇപ്പോൾ ടയർ പോളിഷ് വരെ ഇട്ട് റൂമിൽ കയറ്റാൻ വേണ്ടി തുടങ്ങിയിട്ടാണ്. അപ്പോഴാണ് നമ്മളെ വണ്ടിൻ്റെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞത് ഹെഡ് ലാമ്പ് ഒന്ന് മാറ്റിക്കും, കാരണം അതും കൂടി ഇവരോട് മാറിക്കോട്ടെ എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഹെഡ് ലാമ്പ് മാറ്റണം. അപ്പോൾ നേരം ടൈം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബൾബാണെങ്കിൽ നല്ല വാട്സുള്ള നല്ല ബൾബ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാറ്റാൻ വേണ്ടി പോകും നിൽക്കാണ്ട. അപ്പോൾ മാറ്റിയിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. അങ്ങനെ നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. ഹെഡ് ലാമ്പ് ഫിറ്റ് ചെയ്തു, അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡിൻ്റെ ബൾബ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബൾബും കണ്ടോ, നമ്മൾ ഒരു ലോ ബീമിലും ഹൈ ബീമിലും നമ്മൾ ആ വൈറ്റ് LED ബൾബ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഞാൻ ഒറ്റക്കാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ബാക്കിൽ വരുന്നുണ്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. ഇവരെ ഫാമിലി എയർപോർട്ടിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ കീ കൊടുക്കുക, പോരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എയർപോർട്ട് പോകുന്ന വഴി കേട്ടോ. നമ്മൾ കരുവാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വേറെ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ വൈറ്റ് എന്നല്ല കേട്ടോ, നമ്മൾ ഹാലോജൻ ബൾബ് ആയാലും മാക്സിമം നമ്മൾ ഡിമ്മിൽ ഉപയോഗിക്കുക. കാരണം ബ്രൈറ്റ് ഇടുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം മറ്റൊരു വണ്ടിൻ്റെ വെട്ടം നമുക്ക് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ മാക്സിമം വൈറ്റ് ആണെങ്കിലും ഹാലോജൻ ആണെങ്കിലും എല്ലാവരും മാക്സിമം ഡിമ്മിൽ ഉപയോഗിക്കുക. മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ വേണം ഇത് ഉപയോഗിക്കുക. പിന്നീട് നമ്മളൊരു വീഡിയോ ഒറ്റ ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, നമ്മളൊരു 3 ദിവസത്തെ വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ച് ഷോട്ടുകൾ ചേർത്ത് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ആ ഒരു വണ്ടീൻ്റെ, അതെന്തെങ്കിലും നമ്മൾ ചാനൽ ഇടുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എയർപോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ചാവി ഓരോ ഫാമിലി ചാവി കൊടുത്തിട്ട് നമ്മളിനി പോവുകയാണ്. നല്ല സേഫായിട്ട് നമ്മൾ നല്ല പാർക്കിങ്ങിൽ തന്നെ വണ്ടി കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബായോ.